നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRൽ നിന്നും മാസപ്പടി വാങ്ങി എന്നുള്ള കുറ്റ ആരോപണത്തെ തുടർന്ന് ആദായനികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് EDയുടെ ഒരു റെയ്ഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ വീട്ടിൽ നടക്കുകയുണ്ടായി. ആ റെയ്ഡിനെ പ്രതിരോധിച്ചത് CPM രാഷ്ട്രീയമായിട്ടായിരുന്നു. വീണ വിജയൻ CMRൽ നിന്ന് യാതൊരു തരത്തിലും സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്നുള്ള വ്യക്തമായ തെളിവുകളുടെ ആദായനികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ED എത്തിയത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ EDയുടെ അന്വേഷണത്തിനെതിരെ നൽകിയിരുന്ന തടസ്സ ഹർജി നീങ്ങിയതിനെ തുടർന്നാണ് ED റെയ്ഡുമായി പിണറായി വിജയന്റെ വീട്ടിൽ എത്തിയത്. എന്നാൽ ഈ റെയ്ഡ് നടക്കുമ്പോഴെല്ലാം പുറത്ത് പിണറായി വിജയന്റെ വീടിന് പുറത്ത് CPMകാർ വലിയ പ്രതിരോധം തീർക്കുകയായിരുന്നു. ഏതാണ്ട് 8 മണിക്കൂറോളം നീണ്ട റെയ്ഡ് പൂർത്തിയാക്കി ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുമ്പോൾ CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതും അവർ സഞ്ചരിച്ച കാർ തല്ലി തകർക്കുന്നതും ആ കാറിന്റെ ചില്ല് തകർന്ന് EDയുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് പരിക്ക് പറ്റുകയും ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുവാൻ വേണ്ടി, അതായത് വധിക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇത്തരം കേസുകൾ നിലനിൽക്കുമ്പോൾ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ പോലീസ് കേസെടുത്തു, 25 പേരെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത്രത്തോളം വലിയ പുകലുകൾ ഉണ്ടായിട്ടും, അതായത് CMRലുമായി ബന്ധപ്പെട്ട ഒരു മാസപ്പടി വിവാദത്തിൽ പണമിടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുകയും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ താൻ CMRL എന്ന കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള സേവനങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വീണ വിജയനും ഇവരുടെ ഭാഗത്തു നിന്നും എക്സാലോജിക് എന്ന വീണ വിജയന്റെ കമ്പനിയുടെ ഭാഗത്തു നിന്നും യാതൊരു സേവനങ്ങളും തങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്ന് CMRലും പറയുമ്പോൾ വീണ വിജയൻ അക്ഷരാർത്ഥത്തിൽ താൻ കുറ്റം ഏറ്റ് സമ്മതിക്കുന്നതിന് തുല്യം തന്നെയാണ് അത്തരത്തിൽ ഒരു മൊഴി നൽകിയത്. ഇതേ തുടർന്നാണ് ED ഈ കേസിൽ, അതായത് PMLA ആക്ട് പ്രകാരം അന്വേഷണത്തിന് വരുന്നതും വീണ വിജയൻ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡ് നടത്തുന്നതും അവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നതും. ഈ റെയ്ഡിനൊടുവിലാണ് CMRL ഹർജിയുമായി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയിരിക്കുന്നതും എന്നുള്ളതെല്ലാം വളരെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. റെയ്ഡ് പൂർത്തിയാക്കി ED ഉദ്യോഗസ്ഥർ പുറത്തു പോയതിനു ശേഷം പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, എന്നോട് ED യാതൊരു തരത്തിലും ചോദ്യങ്ങൾ ചോദിച്ചില്ല, മകളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ 8-8.5 മണിക്കൂർ നേരമാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ വീണ വിജയന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളടക്കം, ബാങ്ക് പാസ്ബുക്കുകളടക്കം ED കൊണ്ടുപോവുകയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. ബാങ്ക് അക്കൗണ്ടിൽ ഏതാണ്ട് 18 കോടിയോളം രൂപയുണ്ടായിരുന്നു എന്നുള്ളതും പുറത്തു വരുന്നു. അപ്പോഴും പിണറായി വിജയൻ പറഞ്ഞു, എന്നെ ഒരു തരത്തിലും ചോദ്യം ചെയ്തിട്ടില്ല. ഈ വിഷയത്തെക്കുറിച്ച് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതാവട്ടെ, 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അത് 2 വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണ്, അതിൽ എന്തിനാണ് മുഖ്യമന്ത്രിയായ എന്നെ വലിച്ചിഴക്കുന്നത്, മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ എൻ്റെ മകൾക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചോദിച്ച് പിണറായി വിജയൻ പറയുന്നു, എന്നെ ചോദ്യം ചെയ്തിട്ടില്ല, ED റെയ്ഡിൽ മകളെയാണ് ചോദ്യം ചെയ്തത് എന്ന്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് CPMകാർ പുറത്ത് പ്രതിരോധം ഉയർത്തിയത്? മുഖ്യമന്ത്രിയെ തളയ്ക്കുന്നതിന് വേണ്ടി മകളെ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് CPMകാർ പ്രതിരോധം തീർത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. കാരണം വീണ വിജയനെയാണ് ED ചോദ്യം ചെയ്തത് എന്ന് പിണറായി വിജയൻ തന്നെ സമ്മതിക്കുന്നു. പിന്നെ എന്തിനാണ് പിണറായി വിജയനെതിരെയുള്ള അന്വേഷണമാണ് എന്ന് പറഞ്ഞ് CPMകാർ പ്രതിരോധം തീർത്തത്, ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കേസൊക്കെ വന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടാകുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും EDയും അന്വേഷണം നടത്തുമ്പോഴും തനിക്കെതിരെ ഇത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോഴും താൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്, താൻ തെറ്റുകാരിയല്ല എന്ന് യാതൊരു തരത്തിലും ഒരു ഹർജി ഏതെങ്കിലും ഒരു കോടതിയിൽ ഫയൽ ചെയ്യാൻ വീണ വിജയൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ടും CMRലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി പോയിരിക്കുന്നത്. EDയുടെ തുടരന്വേഷണം ആവശ്യമില്ല, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം സമാന്തരമായി നടക്കുന്നുണ്ട്, അതുകൊണ്ട് EDയുടെ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ പേരിന് വേണ്ടി മാത്രം വീണ വിജയൻ തന്റെ പേരിൽ നടക്കുന്ന ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു.
അതായത് കർണാടകയിലാണ് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ കർണാടകയിലാണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഇ ഡി അന്വേഷണം തനിക്കെതിരെ നടക്കുന്നത് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകുകയും കർണാടക ഹൈക്കോടതി ആ ഹർജി അപ്പോൾ തന്നെ വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിയുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് മേൽക്കോടതിയിലേക്ക് വീണ വിജയൻ ഹർജിയുമായി പോകും എന്ന് പറയുന്നു ഉണ്ടായിരുന്നെങ്കിലും വേറെ എവിടെയും ഒരു കോടതിയിലും വീണ വിജയൻ ഒരു ഹർജിയുമായി പോയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. CMRലാവട്ടെ ഡൽഹി ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും പലകുറി ഹർജി നൽകിയിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതിയിൽ CMRL നൽകിയ EDയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ജൂലൈ 7-ാം തീയതി പരിഗണിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ CMRL പലവിധ കോടതികളിലേക്ക് കോടികൾ വിലയുള്ള അഭിഭാഷകരെ ഇറക്കി ED അന്വേഷണത്തിനെതിരെ ഹർജി നൽകുമ്പോഴും വീണ വിജയന്റെ വീട്ടിൽ ED ഈ കേസിൽ മാസപ്പടി കേസുമായി ഒരു റെയ്ഡ് നടത്തിയിട്ടും വീണ വിജയൻ എന്തുകൊണ്ടാണ് നിയമ നടപടികളുമായി കോടതിയിൽ പോകാത്തത് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ഇവിടെയാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ചാണക്യന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത കാണുന്നത്. കാരണം മകളുടെ കമ്പനിയും മറ്റൊരു കമ്പനിയും തമ്മിൽ നടന്ന ഇടപാടാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോഴും അങ്ങനെയെങ്കിൽ മകൾ എന്തുകൊണ്ട് മകൾക്കെതിരെ ഇങ്ങനെ ഒരു അന്വേഷണം വന്നപ്പോൾ താൻ തെറ്റുകാരിയല്ല, താൻ നിരപരാധിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു കോടതിയിലും പോകാത്തത് എന്താണ് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇവിടെ CPM പ്രവർത്തകരെ തെരുവിലിറക്കിക്കൊണ്ടാണ് രാഷ്ട്രീയമായി ഈ വിഷയത്തെ നേരിടുവാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത്. വീണ വിജയൻ ഹർജിയുമായി കോടതിയിൽ പോവുകയാണെങ്കിൽ അത് വീണ വിജയനും CMRലും തമ്മിലുള്ള നിയമ പോരാട്ടമായി മാറും. ഈ കേസിൽ ഇപ്പോൾ നിലവിലുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തരത്തിൽ വീണ വിജയൻ കുറ്റം സമ്മതിച്ചു എന്ന് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് CMRL യാതൊരു തരത്തിലും സേവനം നൽകിയിട്ടില്ല എന്ന് വീണ വിജയന്റെ മൊഴിയിലുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ED അന്വേഷണം കൂടി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ വീണ വിജയൻ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇടപാടുകളായി മാറും. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ തീർത്തിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രതിരോധങ്ങൾക്കെല്ലാം യാതൊരു തരത്തിലുള്ള സ്ഥാനങ്ങളും ഇല്ലാതെയായി മാറും. മാത്രമല്ല മുൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന രീതിയിൽ ഇതിന് കൃത്യമായി തന്നെ വിശദീകരണവും പിണറായി വിജയൻ നൽകേണ്ടതായി വരും. പിണറായി വിജയൻ രാഷ്ട്രീയ പ്രതിസന്ധിയിലാവുകയും ചെയ്യും, പ്രതിരോധത്തിലാവുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെയാണ് മകൾക്കെതിരെയുള്ള കേസിൽ വീണ വിജയനെ കൊണ്ട് ഒരു കോടതിയിലും പിണറായി വിജയൻ ഹർജി കൊടുപ്പിക്കാത്തത്. മാത്രമല്ല എപ്പോഴെല്ലാം വീണ വിജയനെതിരെ ഇത്തരത്തിലുള്ള ED റെയ്ഡുകൾ ഉണ്ടാകുമ്പോൾ CMRL എന്ന കമ്പനിയെ ഉപയോഗിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ CMRLന്റെ ചെലവിലാണ് വീണ വിജയനെതിരെയുള്ള കേസുകൾ നടത്തിക്കുന്നത്. വീണ വിജയന്റെ കയ്യിൽ നിന്ന് 10 പൈസ ചിലവാകുകയുമില്ല. ഈ കേസിൽ കൃത്യമായ രീതിയിൽ വീണ വിജയന് കൂടി അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാനാവും CMRL ഹർജിയിലൂടെ എന്നുള്ളതാണ് ഇതിന്റെ ഇരട്ടത്താപ്പ്. അതുകൊണ്ട് തന്നെ CPMനെ ഇറക്കി പ്രതിരോധിക്കുന്ന പിണറായി വിജയൻ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ CPMന് എന്താണ് എന്നുള്ളൊരു പ്രസക്തി, ആ ഒരു ചോദ്യം കൂടി വരും. ആ ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി പറയേണ്ടതായി വരും. എന്തായാലും വീണ വിജയൻ തന്റെ പണം മുടക്കി തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി കേരളത്തിലെയോ അല്ലെങ്കിൽ മറ്റുള്ള കോടതിയിലെയോ യാതൊരു തരത്തിലും ED അന്വേഷണത്തിനെതിരെ യാതൊരു തരത്തിലുള്ള ഒരു ഹർജിയുമായി പോകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ കുറ്റം ചെയ്തതായി അവർ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ ED ഉന്നയിക്കുന്ന എല്ലാ കുറ്റങ്ങളും അവർ സമ്മതിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പകരം CMRലാണ് തങ്ങൾക്കെതിരെയുള്ള അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ED അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകുന്നതും ഫലത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വരുന്ന വെള്ളിയാഴ്ച വരെ CMRലിനെതിരെ അന്വേഷണം പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ വീണ വിജയനെതിരെയുള്ള എക്സാലോജിക്കിനെതിരെയുള്ള ED അന്വേഷണം തുടരുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വീണ വിജയൻ പെട്ടിരിക്കുന്നു. പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം ഇവിടെ പാളിയിരിക്കുന്നു. യാതൊരു കോടതിയിലും ഒരു ഹർജിയുമായി വീണ വിജയൻ പോകാത്തിടത്തോളം വീണ വിജയൻ ഇക്കാര്യത്തിൽ തെറ്റുകാരിയാണ് എന്ന് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്ന് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും വരുന്ന വെള്ളിയാഴ്ച വരെ EDയുടെ അന്വേഷണം CMRലിനെതിരെ ഉണ്ടാകില്ല. അതുവരെയും വീണയ്ക്ക് നേരെയും EDയുടെ അന്വേഷണം ഉണ്ടാകില്ല എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും എന്താണ് ഇനി ഇക്കാര്യത്തിൽ സംഭവിക്കുക? വീണ വിജയൻ അറസ്റ്റിലാകുമോ, ജയിലിൽ പോകുമോ, പിണറായി വിജയൻ കൂടുതൽ പ്രതിരോധത്തിലാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.